എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ വീണ്ടും മാർക്കറ്റ് തുറക്കുമ്പോൾ ഒരുപാട് ആശങ്കകളോട് കൂടിയാണ് നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത്. അതായത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു സന്തുലിതാവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലും സെൻസെക്സും നിഫ്റ്റിയും ഒരു പോസിറ്റീവ്നെസ്സിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ GDPയുടെ കണക്കുകളായിരിക്കും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുക. ഇതിൽ പ്രധാനം സെക്കൻഡ് ക്വാർട്ടർ GDP കണക്കുകളായിരിക്കും. പോയ ആഴ്ച 1% നേട്ടമാണ് നിഫ്റ്റിയും അതേപോലെ തന്നെ സെൻസെക്സും ഉണ്ടാക്കിയത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു മിക്സഡായ വേൾഡ് വൈഡ് മാർക്കറ്റ് പോസിറ്റീവ്സ്. ഇത് തുടർച്ചയായ 2ാമത്തെ ആഴ്ചയാണ് ഇത്തരത്തിൽ ഒരു പോസിറ്റീവിൽ ക്ലോസ് ആയത്. അതോടൊപ്പം തന്നെ യുദ്ധഭീഷണിയിൽ വന്ന ഒരു അയവ്. മറ്റൊന്ന് നമ്മുടെ രാജ്യത്ത് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു റിസൾട്ട് ഭരണ പാർട്ടിക്ക് അനുകൂലമായത്. മറ്റൊന്ന് FIRസിൻ്റെ ഈ ഒരു കൊഴിഞ്ഞു പോക്കിൽ കുറച്ചൊരു കുറവ് വന്നത്. ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് ലേശം പോസിറ്റീവ് ന്യൂസിൽ വരാനുള്ള കാരണം. അതേസമയം വീക്കെൻഡിൽ പുറത്തു വന്ന ഈ GDP കണക്കുകൾ നമ്മളെ മാർക്കറ്റിലെ ട്രേഡർമാരെ ഒരു ആശങ്കയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഓട്ടോമൊബൈൽ മേഖലകളിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രതീക്ഷയാണ് വെച്ചിരിക്കുന്നത്. നാളെ അതായത് തിങ്കളാഴ്ച കമ്പനികൾ എല്ലാ മാസവും ഇടുന്ന വിൽപ്പന കണക്കുകൾ പുറത്തുവിടും. അതോടൊപ്പം തന്നെ കമ്പനികൾ ഫെസ്റ്റിവൽ, മാരേജ് ഫംഗ്ഷനുകൾ എന്നിവയിലൊക്കെ കൂടുതൽ സെയിൽസാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പോസിറ്റീവ് ഘടകങ്ങളുമുണ്ട്. അതോടൊപ്പം GDP കണക്കുകളുടെ നെഗറ്റീവ് ഘടകങ്ങളുമുണ്ട്. ഏതായിരുന്നാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയെല്ലാം ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് വിശകലനം ചെയ്യാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ ലെവലുകളിൽ നിഫ്റ്റി നമ്മൾ 24,130 മുകളിലാണ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ എൻട്രി പറഞ്ഞത്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് ഇവിടെയാണ് അന്ന് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ 24,130 എന്നുള്ളത് ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ്. അതായത് നമുക്ക് ഇവിടെ എൻട്രി കിട്ടുന്ന സമയത്ത് നമ്മൾ അതിന് മുമ്പുള്ള പ്രീവിയസ് ലോ നമ്മൾ മാർക്ക് ചെയ്യണം. പ്രീവിയസ് ലോ മാർക്ക് ചെയ്യുന്നതോടൊപ്പം അവിടെ റെഡ് ക്യാൻഡിൽ ഉണ്ടോ എന്നുള്ളത് കൂടെ നോക്കിക്കഴിഞ്ഞ് ഇവിടെയാണ് പ്രീവിയസ് ലോ വരിക. ഇവിടെ മറ്റൊരു ലോ ഉണ്ട്, പക്ഷേ ഇതിന് പ്രീവിയസ് ലോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് സെയിമാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഇതും ലേശം സെയിമാണല്ലോ. കാരണം ഇതിനും കുറച്ച് താഴെയുള്ള ഇതൊരു മാറ്റമുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ 24,130 അല്ലേ എൻട്രി പ്രൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് പിടിക്കേണ്ടത്. ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ ഇതാണ് സ്റ്റോപ്പ് ലോസ്. നോക്കൂ, 48 പോയിൻറ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 50 to 60 പോയിൻറ്റിനകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം പറയാറുണ്ടല്ലോ. ചില സമയത്ത് അത് കുറയും, ചില സമയത്ത് കൂടും. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോയിൻ്റ് ഇങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നമുക്ക് എൻട്രി ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ കാരണം ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് എൻട്രി കിട്ടിയാൽ എന്നുള്ള ആ ഒരു കണക്കിലാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ എൻട്രി എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ്സ് അല്ലേ, അപ്പോൾ നേരെ താഴെ വരികയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എൻട്രി ലഭിച്ചില്ല. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ്. നോക്കൂ, ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു, റീടെസ്റ്റ് വന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു
ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ ഫോമായി ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നോക്കൂ, നമുക്ക് 20 പോയിൻറ്റിൻ്റെ റാലി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 150-100 പോയിൻറ്റിന് മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം. ആ ഒരു തരത്തിലാണ് നമ്മൾ വീഡിയോയിൽ എല്ലാ ദിവസവും പറയുന്നത്. കഴിഞ്ഞ മാസം, അതായത് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കൂടുതലും പ്രോഫിറ്റാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം എടുത്ത് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസോടെ 2-3 സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതാണ് സ്റ്റോപ്പ് ലോസ്. നോക്കൂ, 24,104. ഇവിടെ ഒരു പ്രീവിയസ് ലോ ഉണ്ട്, അതേസമയം ഇവിടെ ഒരു റെഡ് ക്യാൻഡിലുണ്ട്. ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നോക്കും 30 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസാണ് നമുക്ക് വരുന്നുള്ളൂ. 30 അല്ല, അതിൽ ചെറുതായിട്ട് കൂടും. കാരണം നമുക്ക് ഇവിടെയാണ് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഘട്ടത്തിലാണ് നമുക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഒരു 31-32 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവിടെ നിന്നും 20 പോയിൻറ്റ് പോയതിന് ശേഷം മാർക്കറ്റ് നേരെ താഴെ വരികയാണ് ചെയ്തത്. താഴെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് അല്പം താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതേസമയം നമ്മൾ ഇത് ലേശം ഇറക്കി ഈ ഒരു സിങ്ങിൽ താഴെ വെച്ചിരുന്നാലും, ഈ റെഡ് ക്യാൻഡിലിനും താഴെയുള്ള ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ ഉണ്ടല്ലോ, ഇവിടെ വെച്ചാലും നോക്കൂ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഏതായിരുന്നാലും നിഫ്റ്റിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നഷ്ടവും ഉണ്ടാവാം എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും നമുക്ക് പ്രോഫിറ്റാണ്. ഇപ്പോൾ ഒരു 20 ദിവസം എടുത്താൽ ഒരു 6-7 ദിവസം നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ടാവില്ല. 2-3 ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. മറ്റുള്ള 10 ദിവസം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സും സെയിം ആ ഒരു രൂപത്തിലാണ് ട്രേഡ് ചെയ്യുക. പക്ഷേ നമുക്ക് സെൻസെക്സിൽ 5 മിനിറ്റ്സിൽ നോക്കുക 79,850 മുകളിലാണ് നമുക്ക് എൻട്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കത് എൻട്രി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സെൻസെക്സിൽ ഫുള്ളൊരു സൈഡ് വേ മാർക്കറ്റായിരുന്നു. 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഒരു സൈഡ് വേ മാർക്കറ്റിലൂടെയാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 52,495 1 അവറിലാണ് പറഞ്ഞത്. 5 മിനിറ്റ്സിൽ 52,290 മുകളിൽ നോക്കാം. മാർക്കറ്റ് തുറന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും അല്പം മുകളിലേക്ക് പോയി പിന്നെ താഴെ വന്ന് പിന്നെ ഫുള്ളൊരു സൈഡ് വേയിലൂടെ ആ ഒരു നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയായിരുന്നു ട്രേഡിങ് നടന്നത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും നമുക്ക് എൻട്രി ലഭിച്ചില്ല. നിഫ്റ്റിയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം എങ്ങനെ ട്രേഡ്, ഏതെല്ലാം ലെവലുകൾ, ഏതെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് മന്ത്ലി ടൈം ഫ്രെയിമിലേക്കൊന്ന് പോകണം. കാരണം ഒരു മന്ത് കഴിഞ്ഞു, നെക്സ്റ്റ് മന്തിൽ എന്താണ് സംഭവിക്കുക, ഈ മന്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കണമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസത്തിൻ്റെ മുമ്പത്തെ മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ ഫുള്ളായിട്ട് താഴെ വരികയാണ് ചെയ്തത്. താഴെ വന്നതിന് ശേഷം നെക്സ്റ്റ് നവംബർ മാസത്തിലും താഴെ വന്നു. അപ്പോഴും നമ്മളൊരു ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ മന്ത്ലി എൻഡ് ആകുമ്പോഴേക്കും ഒരു ഇൻവെർട്ടഡ് ആമറാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ ഇപ്പോൾ പോസിറ്റീവ് ന്യൂസുകളുമുണ്ട്, അതേസമയം നെഗറ്റീവ് ന്യൂസുകളുമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടെക്നിക്കലായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നെക്സ്റ്റ് മന്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റായി നേരെ അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതേസമയം മാർക്കറ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഇൻവെർട്ടഡ് ഹാമർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാളെ വീണ്ടും താഴത്തേക്ക് വന്ന് ഈ മാസം ഫുൾ ഇവിടെ താഴേക്കാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാം. അപ്പോൾ ഇതാണ് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോമായിട്ടുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ ഫോമായിട്ട് ഡൗൺ സൈഡിൽ വന്നു. നെക്സ്റ്റ് ഇവിടെ നിന്നും മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ, താഴത്തേക്ക് വരുമ്പോൾ ഒരു പാറ്റേൺ ഫോമായ പോലെ തന്നെ മുകളിലേക്ക് വരുമ്പോഴും പാറ്റേൺ ഫോം ആകണമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത് എന്ന് നോക്കാം. നോക്കൂ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നതിൽ യാതൊരു പാറ്റേണും ഇവിടെ ഫോം ആയിട്ടില്ല. എന്നാൽ നോക്കൂ, മാർക്കറ്റ് നേരെ താഴെ വന്നതിന് ശേഷം അല്പം മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ലൈനാണ് കിട്ടുന്നത്. ഈ ലൈന് കിട്ടുമ്പോൾ ഈ ഒരു ലൈനിനെ റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും താഴെ ഇത് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് എടുത്തു വരാമോ?
നമുക്ക് നോക്കാം. ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. അതേസമയം മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാമോ? 1 ഡേ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്നും നമുക്ക് നോക്കാമെന്ന് മാത്രം. 24,350 താഴെ. അതേസമയം ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ, ഇത് 1 ഡേയിലാണ് കേട്ടോ, 23,820 താഴെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക്. അതേസമയം നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ ഈ റേഞ്ചിനാണ് 24,350 മുകളിൽ, 50 അല്ലെങ്കിൽ 60 മുകളിൽ. 60 ആയിരിക്കും ഒന്നുകൂടെ സേഫ്റ്റി. നോട്ട് ചെയ്യുക. 24,360 മുകളിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് മുകളിലേക്ക് എടുത്തു പോകാം. അതേസമയം താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് തന്നെയാണ് നല്ലത്. കാരണം ഇവിടെ ഒരു ലൈന് വന്നിട്ടുണ്ടല്ലോ, ഈ ലൈന് വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നാളെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വരികയാണെങ്കിലും ഈ ട്രെൻഡ് ലൈനെ ക്രോസ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് 23,800 എന്നുള്ള ലെവൽ തന്നെ വാച്ച് ചെയ്താൽ മതിയാവും 1 അവർ ടൈം ഫ്രെയിമിലും. 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് 24,100 വേണ്ട, ഇതാണ് പിന്നെ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത്. 24,240 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകുക 5 മിനിറ്റ്സിൽ. ഇവിടെ ഒരു പ്രീവിയസ് ലോ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിനുള്ള ഒരു സാധ്യതയല്ല. കാരണം ഇവിടെ നിന്നൊക്കെ റീടെസ്റ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. എടുക്കുന്നവർ ഈ ഒരു പോയിൻ്റ് ശ്രദ്ധിക്കുക, ഞാൻ മാർക്ക് ചെയ്തു തരാം. കൂടുതൽ പ്രോഫിറ്റ് വേണമെന്നുള്ളവർ ഇതെടുക്കണ്ട. അതേസമയം ഇതുവരെ വന്നിട്ട് എക്സിറ്റ് അടിച്ചിട്ട് മാറി നിന്നിട്ട് വീണ്ടും ഇതിന് താഴെ പോവുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് പോകാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ. നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഇതിന് താഴെ തന്നെയാണ്. ഇപ്പോൾ ഇതിന് താഴെ 23,960 താഴെ എടുത്താലും നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇത് 80 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻ്റ് ഉണ്ട്, 70-80 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ആദ്യം 24,030 താഴെ അല്ലെങ്കിൽ 24,020 താഴെ എൻട്രി എടുക്കുകയാണെങ്കിൽ 23,960 എന്നുള്ള റേഞ്ച് നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യാൻഡിലുകൾ ഫോം ആകുമ്പോൾ പ്രീവിയസ് ഹൈയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ, അതായത് റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ട് പ്രീവിയസ് ഹൈയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ, അപ്പ് സൈഡിലേക്കാണെങ്കിൽ അതേപോലെ പ്രീവിയസ് ലോവിലെ റെഡ് ക്യാൻഡിലിൻ്റെ താഴെ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 24,025 23,960 നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വാച്ച് ചെയ്യണം. 70 പോയിൻറ്റ് 23,880 വരെ. ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾ എക്സിറ്റ് അടിക്കണം. കാരണം ചിലപ്പോൾ ഒരു റീടെസ്റ്റ് നടത്താം. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കളയണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് താഴെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻട്രി എടുത്ത് വരികയാണെങ്കിൽ, അതിനും താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ 23,790. നാളത്തെ മാർക്കറ്റിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എടുക്കാതിരിക്കും നല്ലത്. അതായത് കൂടുതൽ സപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ 200 പോയിൻ്റ് അല്ലെങ്കിൽ 150 പോയിൻ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ രൂപത്തിൽ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾ ഈ ചാർട്ടുകൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്തോളൂ. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഒരു കമൻ്റ് എഴുതിയിരിക്കുന്നു. അതായത് 24,550 മുകളിലാണല്ലോ എൻട്രി നിങ്ങൾ 1 അവറിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. തീർച്ചയായും വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പണം പോകും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാതെ 5 മിനിറ്റ്സിൽ എടുത്തിട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ടെക്നിക്കലിൻ്റെ ബേസിലാണ് പറയുന്നത്, നമ്മുടെ സ്വന്തം അറിവിൽ അല്ല. ടെക്നിക്കൽ എന്നുള്ള ഒരു ബേസ് ഇവിടെ എല്ലാവരും ഇതിനു മുമ്പ് നമ്മുടെ പൂർവികരെ വന്ന് സ്ഥാപിച്ചതാണ്. അപ്പോൾ നമ്മൾ അത് പഠിച്ചിട്ട് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ പറയുന്നത്. അല്ലാത്ത പക്ഷം ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടേതായ സ്ട്രാറ്റജികളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന ലെവലുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. അതേസമയം നമുക്ക് 1 അവർ 15 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ. 5 മിനിറ്റ്സിൽ പറഞ്ഞില്ലേ, 5 മിനിറ്റ്സിൽ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? 20 പോയിൻറ്റിൻ്റെ റാലിയല്ലേ നടത്തിയുള്ളൂ. നമ്മൾ എന്തായാലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ലല്ലോ. 20 പോയിൻറ്റ് ഇൻഡെക്സിൽ റാലി നടത്തുക എന്ന് പറയുമ്പോൾ എത്ര പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും? 2-3 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 4 പോയിൻറ്റ്. എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമോ? ഇല്ല, തീർച്ചയായും ബുക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതേസമയം നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസാണ് വെള്ളിയാഴ്ച വെക്കേണ്ടി വന്നിരുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ നിങ്ങൾക്ക് 80,580 മുകളിലാണ് 1 അവറിൽ എൻട്രി ഉള്ളൂ. ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുത്തു വരാം കേട്ടോ. ഈ ഒരു ലോവിൽ നിന്ന് 78,950 താഴെ എടുത്തു വരാം. ഇനി നമുക്ക് 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഈ ഒരു റേഞ്ച് തന്നെയുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നും ട്രൈ ചെയ്യാം. പക്ഷേ
നിങ്ങൾ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ എക്സിറ്റ് അടിച്ച് മാറി നിൽക്കേണ്ടി വരും. ഇവിടെ നിന്ന് 80,220 നിന്ന് എടുത്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് 200 പോയിൻറ്റിൻ്റെ റാലിയുണ്ട്. ഇവിടെ നിന്ന് മാറി നിന്നിട്ട് നെക്സ്റ്റ് ഇതും ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും എടുത്ത് പോകാമല്ലോ. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കളയണ്ട. 80,500 നേരത്തെ പറഞ്ഞ 80,560 റേഞ്ച്. അപ്പോൾ 80,220 നിങ്ങൾക്ക് എൻട്രി എടുക്കാം, പക്ഷേ ശ്രദ്ധിച്ച് പോവുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ആ സമയത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് നിൽക്കുക. അതേസമയം നമുക്ക് 5 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 79,400 താഴെ 79,400 താഴെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. 200 പോയിൻ്റ് ഡിഫറൻറ്റിൽ ഈ സപ്പോർട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഇതൊരു സപ്പോർട്ട് തന്നെയാണ് 79,200. ഓക്കെ, ഒരു 200 പോയിൻ്റ് റാലി ഉള്ളത് കൊണ്ടാണ് ഞാൻ 5 മിനിറ്റ്സിൽ ഇങ്ങനെ കൊടുക്കുന്നത്. അതിനും താഴെ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനും താഴെ എൻട്രി എടുക്കുക. അങ്ങനെ എൻട്രി എടുത്ത് വരുന്ന സമയത്ത് നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് ഇവിടെയുള്ളൂ 78,954. അതിനും താഴെ പ്രോപ്പറായിട്ട് എൻട്രി എടുത്ത് വരാം. ഒരു 10-300 പോയിൻ്റ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യുക. ഈ ലൈനുകൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോളൂ. 1 അവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് എൻട്രി ഉള്ളൂ. 52,750 മുകളിൽ. അതിന് മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ചെറുതായിട്ടൊക്കെ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഒരു അപകടം പിടിച്ച ഒരു മേഖലയാണ്. 52,550. അതിനു മുകളിൽ 52,570 എടുക്കേണ്ടി വരും. 52,570 മുകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും നെക്സ്റ്റ് ഒരു 150 പോയിൻ്റ് പ്രതീക്ഷിച്ചാൽ മതി ബാങ്ക് നിഫ്റ്റിയിൽ. അത്ര മതി എന്നുള്ളവർക്ക് 52,570 മുകളിൽ 1 അവറിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം കേട്ടോ. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 51,690 താഴെ 1 അവറിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അതേസമയം 52,750 മുകളിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇതുവരെ 53,200 വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ചെറിയ പ്രോഫിറ്റുകളിലൂടെ ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് അത് തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ എൻട്രി എടുത്ത് പോകാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 1 അവറിൽ ഇങ്ങനെ നോക്കാം. ഇനി അത് തന്നെ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഇതാണ് ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത്. 52,290 മുകളിൽ എൻട്രി എടുത്ത് പോകാം 5 മിനിറ്റ്സിൽ. അങ്ങനെ പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഇവിടെ ചെറിയ റെസിസ്റ്റൻസ്, അത് കാര്യമാക്കണ്ട. പിന്നെ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഇവിടെയാണ് 52,450. അപ്പോൾ 52,290 മുകളിൽ അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 51,760 താഴെ സെക്യൂറായിട്ട് നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഇതുവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 52,020 ഇപ്പോൾ റേഞ്ച് മാർക്കറ്റ് ഉള്ളത്. 51,700 250 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളു. അതൊക്കെ പുഷ്പം പോലെ താഴത്തേക്ക് വരികയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ സുഖസുന്ദരമായി ഹോൾഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കണം കേട്ടോ. വരുന്നതിനിടയ്ക്ക് ഒരേപോലെ വരുമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടിയിട്ടേ വരുള്ളൂ. ഇനി നാളെ തന്നെ വന്നിട്ട് ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല ഡൗൺ സൈഡിലേക്ക്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 500 പോയിൻറ്റിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ഏതായാലും വാച്ച് ചെയ്യൂ, പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കൂ. സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.